ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ക്രീം ബണ്ണിൻ്റെ റെസിപ്പി ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ്, ഈ കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് പാലെടുത്താൽ മതി. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഈ കപ്പ് അളവിൽ 2 കപ്പ് പാലാണ്. എന്നിട്ട് നമുക്ക് നേരിയ ചൂടാക്കി എടുക്കണം. വലിയ ചൂട് വേണ്ട, നേരിയ ചൂടിലതൊന്ന് ആക്കിയെടുക്കണം. എന്നിട്ടത് നേരെ ചൂടാക്കിയതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബണ്ണിന് അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മധുരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 3 സ്പൂണാണ്, ഈ സ്പൂണിൻ്റെ അളവിൽ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ സ്പൂൺ അളവിൽ 1 സ്പൂണ് തേച്ചില്ലൊരു 3/4 സ്പൂണോളം ഈസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മൈദ എടുക്കാം. അതിലേക്ക് ഞാൻ 5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബണ്ണ് എത്രയാണ് വേണ്ടത് അത്രയും കപ്പ് മൈദ നമുക്കിടാം. മൈദയ്ക്ക് അനുസരിച്ച് നമ്മളെ പാലിൻ്റെ മിക്സ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. 5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിൻ്റെ മിക്സ് കുറച്ച് ബാക്കിയായിരുന്നു. 1.5 കപ്പോ 1 കപ്പൊക്കെ എടുത്താൽ മതിയാകും, അതിലേക്ക് പാകമാകും. ഈ കപ്പളവിനാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ മൈദയിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഷുഗർ വേണ്ടാത്തവർ ഒഴിവാക്കാം, കാരണം കുറച്ചെങ്കിലൊക്കെ മധുരം വേണം ഈ ബന്നിലേക്ക്. അതുകൊണ്ട് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്പൂൺ ഒരു 1/2 സ്പൂണില്ല 4 സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച മിക്സ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കണം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ പിന്നെയും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ച് എടുത്ത് കൊടുക്കണം. ആ കുഴച്ച മിക്സിലേക്ക് നമ്മൾ ബട്ടറിൻ്റെ ഒരു കഷ്ണം എടുത്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടും നമ്മളതിൻ്റെ മേലെ ഡോൻ്റെ മേലെ കുറച്ചും കൂടി ബട്ടർ തേച്ച് കൊടുക്കണം. നല്ലോണം ബട്ടർ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും. ഈസ്റ്റ് ഇട്ടതല്ലേ, നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും. ഇതൊന്ന് പരത്താൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് നല്ലോണം നീളത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അളവിനനുസരിച്ച് നമുക്ക് എത്ര വലുപ്പം വേണ്ട അളവിനനുസരിച്ച് അതൊന്ന് മുറിച്ചെടുക്കുക. ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു 8-10 പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേറെ മാവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ പീസ് നമുക്ക് കിട്ടും. അത് ഇങ്ങനെ കഷ്ണമാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഉരുളകളാക്കി എടുക്കണം. നല്ലോണം ഷേപ്പിൽ ഉരുളാക്കി എടുക്കണം. എന്നിട്ട് നമ്മളൊരു ചട്ടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുമ്പോൾ തന്നെ അത് പൊന്തി വരും. ഇതിലെ ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാര ഒരു 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര കുറക്കണേ, ഈ ക്രീമിന് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതിലും കുറച്ചാൽ മതി. എന്നിട്ട് ബട്ടർ ഒന്നെടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1.5 മൂടി വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വിസ്ക് വെച്ച് എന്നിട്ട് ആ ബന്നിലേക്ക് തേച്ച് കൊടുക്കുക.